മാസ്ക് ഊരിക്കളാം. എനിക്ക് മാസ്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സുനിമോനെ നുള്ളിക്കും. ഹലോ, ഏതാണ് ടൈമിങ്? ഏതാ ടൈമിങ് അണ്ണാ? എന്തിനെറ്റി? ഓ കോസ്റ്റ്യൂം ഞാൻ ഇന്നലെ ഓൾറെഡി വന്നായിരുന്നു. നീല കണ്ണാടിയോ? കണ്ണാടി മാറ്റു. ആരാ കണ്ണാടി? വൈകിടാൻ വേണ്ടിട്ടാണോ കണ്ണാടി വരാൻ പറഞ്ഞപ്പോ? അല്ലെങ്കിൽ ഒരു ഹഗ് പോലും തരൂലല്ലോ എനിക്കൊന്നും. നീ ഇപ്പൊ അല്ലാതെ കണ്ണാടി വെച്ചൊരു ഹഗ് തരാ. ഭയങ്കര ബുദ്ധിമാനാണ്. മണിക്കൂർ മാസ്ക് ഇട്ടോണ്ട് നടക്കണേ. അപ്പൊ അണ്ണൻ മതിയാ എന്തരാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇവന്റെ മാസ്ക് ഇടിപ്പിക്കും. ഞാൻ മാസ്ക് ഇടൂല, അതാണ് ഇപ്പൊ പരിപാടി. അല്ലെങ്കിൽ ഇനി മിണ്ടണ്ട, അധികം മിണ്ടണ്ട. കുറച്ച് മാവൊക്കെ പഴമൊക്കെ ബാബു ആശുപത്രിയിൽ പോണോന്ന് അണ്ണൻ വരൂലേ കൂടെ? എവിടെ മാവും പഴമൊക്കെ നിനക്ക് എന്തിനാ അടിക്കാൻ പോണെന്ന്? മാവും പഴവും മാവും പഴവും കൊണ്ട് കൊറേ ആയിട്ട് ഇടിച്ചിടിച്ച് കളയുന്നുണ്ട് കേട്ടാ. എന്നാ സില്ലാക്ക് ഒരു സീനില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. എടാ സില്ലല്ല അങ്ങനത്തെ രീതിയിലുള്ളതല്ല, പക്ഷെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു. കുറെ കാര്യങ്ങൾ കാരണം പോയി. ഇതെന്തൊരു ഗ്യാങ് വണ്ടി ഇപ്പൊ പിന്നെ നടന്നു പോണോ? വണ്ടി കണ്ടേ? അല്ലല്ലേ, മറ്റേ ഗ്യാങ് വണ്ടി എടുക്കാനേ കുറച്ചുകൂടെ പോറുള്ളത്. ഞാൻ ഉദ്ദേശിച്ചതേ, എന്റെ അടുത്ത് പറഞ്ഞത് അണ്ണൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. എന്നാലും ഞാൻ പറയാം അണ്ണ, ന്യായം പറയുന്നത് പോലെ ഇന്നലെ ആപണി പണിയിരുന്നു. അയ്യോ എനിക്ക് കണ്ണ് കാണത്തില്ല. ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു. അത് ഏതോ ഒരു തെണ്ടിയുടെ ശല്യം സഹിക്കാതെ പറഞ്ഞാണ്, അല്ലാതെ നിന്നെ ഇഷ്ടം കൊണ്ട് പറഞ്ഞല്ല. ആര് പറഞ്ഞു? ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്തത്? ഇപ്പൊ എന്റെ അടുത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി കയറിയ കൂടെ കൊണ്ടു, അത്ര ഉള്ളു. അതിൽ കൂടുതൽ ഒരു സപ്പോർട്ട് ഇല്ല. ഒരുത്തരം വേണ്ടിട്ട് ഈ പെണ്ണിന്റെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു ചെയ്യണമെന്നില്ലല്ലോ, നിർബന്ധമില്ലല്ലോ. എടാ ഒന്ന് കേറിയോ? കേറി. എനിക്ക് ഇവിടെ പുള്ള കളിച്ചിരിക്കല്ലേ അണ്ണാ. ഞാൻ ഇന്നലെ കണ്ടിട്ടോടല്ല വണ്ടി കൂടെ കാണാന്ന് വിചാരിച്ചപ്പാണ് ഇങ്ങനെ പറഞ്ഞത്. വണ്ടി കയറി. ഭയങ്കര റൂഡ്. ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരേപോലെ ഇരിക്കാൻ പറ്റും എപ്പോഴും. ഓരോരുത്തർക്ക് അവരുടെ നല്ലൊരു സമയം വരുമ്പോ കൂടെ നിക്കുന്നതല്ലേ അണ്ണേ? അണ്ണന്റെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവനാണ് ഞാൻ പറഞ്ഞാണ്. അങ്ങനെയാണ് കാര്യം പറഞ്ഞത്. അത് കണ്ടപ്പോ ഞാനും നമ്മളെ അവന്റെ വണ്ടി ഇടിച്ചിട്ട് ഇങ്ങനത്തെ വണ്ടികൾ സിറ്റിസൺസ് ഒന്നും കൊടുക്കലെന്ന് പറയണം. രണ്ട് വണ്ടി കോപ്പി ഇറങ്ങിയല്ലേ? മണിക്കൂർ ഇവിടെ തന്നെ മുതുക്കിന്റെ അത് പറ്റിട്ടതാണ് അവിടെ. സുലൈമാൻ മുതുക്കി വന്നാൽ സുലൈമാൻ. എന്താണ് സുലൈമാൻ? പറയൂ. സുലൈമാൻ
ചായക്കട ഒരു 100 പേരെ കൂടെ വീട് ചേർക്കാൻ. എങ്ങനെയുണ്ട് വണ്ടി സുലൈമാൻ? കൊള്ളാം, അടിപൊളി. ബാബു 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 ഇങ്ങ് വന്നാണ് ഒരു കാര്യം പറയട്ടെ. നിന്റെ ശബ്ദ ഭംഗിയിൽ അരോചകമാണെന്നാണ് ചാറ്റിൽ പറയുന്നത്. അതെ എന്റെ അടുത്ത് പറഞ്ഞു. എന്തേലും ഒന്ന് ചെയ്തേ പറ്റൂ. നിന്റെ കാര്യം എന്തേലും തീരുമാനാക്കിയേ പറ്റുള്ളൂ. അണ്ണാ എനിക്കൊരു മൈക്ക് വാങ്ങിച്ചല്ലോ. ഒരു സാമാനം വാങ്ങിച്ചില്ല. പിന്നെ നിന്റെ ഈ ശബ്ദം കുറയ്ക്കാൻ വേണ്ടി ശബ്ദം കേൾക്കാത്തോണ്ടാണ് വാങ്ങിച്ചു തരുന്നതിൽ അർത്ഥമുണ്ട്. ഇനി കുറഞ്ഞതിന്റെ പേരിൽ ഇനി ഒരെണ്ണം വാങ്ങിച്ചു തരണം. ഇത് മൊത്തം കുറച്ചിരിക്കാനാണ്. പക്ഷെ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കേൾക്കണത്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് പരാതിപ്പെട്ടെ പറ. ഫോൺ എടുത്ത് ഇതൊന്ന് വണ്ടിയുടെ വില പോയി. വണ്ടിയുടെ വില പോയി. വണ്ടിയുടെ വില പോയി. ആരും ഇവിടുത്തെ പ്രസിഡന്റാ. പിന്നെ അറിയാത്തവർക്ക് അറിയാത്ത അറിയാത്തില്ലെന്ന് തന്നെ ചോദിക്കും. എന്റെ അടുത്ത് എത്ര പേര് മോശം തിരിപ്പൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. എല്ലാ പറ്റിയ കാര്യങ്ങളും പറയാൻ തോന്നുന്നില്ല. തോന്നുമ്പോ പറയാം. ഇപ്പൊ ഇത്ര പറയാനേ തോന്നുന്നുള്ളൂ. സ്പീക്കർ ഓഫ് ആക്കി. ആ സുഖം 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 സുഖം. മനസ്സിലായി. ലച്ചു ഓ ലച്ചുവിനല്ല വേറെ ജോലി സെറ്റായെന്ന് പറഞ്ഞു. ലച്ചു എന്നാന്ന് പറഞ്ഞായിരുന്നല്ലോ. വേറെ ആരോ ജോലി സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നല്ലേ. നമ്മുടെ സൂപ്പർ അപ്പൊ പിന്നെ നമ്മള് വിചാരിച്ചെന്നാ പിന്നെ അതങ്ങനെ കറക്റ്റ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ബോസൊക്കെ കള്ളൻ. അവന്റെ ജോലിയേ ഇല്ലാത്ത ബോസാണ്. ഇനി ഉച്ചയ്ക്ക് ജോലി തരാൻ പോണ കരട്ട തെണ്ടി. എന്നെ അല്ല, ബോസായിരുന്നല്ലേ സൂപ്പർ ജോയിയുടെ ബോസ്. മരപണ്ണ. വെർജിൻ പി ബ്രോ, താങ്ക് യു ഫോർ ദ ആരൊക്കെ എന്നെ വിളിച്ചു. ഒരു മണിക്കൊക്കെ വിളിച്ചിരിക്കും. എന്തിനു വിളിക്കുന്ന കാറ്റും പോയി. ഹലോ ഇതാരാണ്? ഇത് ആവണിയായിരുന്നാ? പറഞ്ഞ ആവണി എന്തിനു ഉച്ചക്ക് വിളിച്ചിരുന്നു? ஆமா அது ஆக்சுவலி நேத்துக்கு அந்த என்னோட எம்டி வந்தாரு இல்லையா, அந்த விஷயம் சொல்றது. அது ஆக்சுவலி வந்து ஒருத்தரோட தொல்லை தாங்க முடியல. കാര്യം മനസ്സിലായി. ഒരുത്തന്റെ ശല്യം കാരണം മനസ്സിലായി. കാര്യം പിടി കിട്ടി. அதனாலதான் பேரு சொன்னேன். அப்படி தப்பா நினைச்சுக்காதுங்க. ഓ ഇല്ല തപ്പ് പ്രശ്നമില്ല. உங்ககிட்ட சொல்லாம நான் எது பண்ணுவேனா? நீங்க என்னோட அண்ணா. അതൊക്കെ അത്രേ ഉള്ളു. அன்னைக்கு நீங்க சொன்ன மாதிரி நானெல்லாம் அந்த மாதிரி போக மாட்டேன். ഹലോ വണ്ടി എടുക്കാൻ இல்ல நான் சொல்றேன், நீங்க சொன்னீங்க அன்னைக்கு போக கூடாதுன்னு சொல்லி. എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ 100% വിശ്വാസം ഉണ്ട്. അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. ஆமா அண்ணா சொல்றதால நான் பண்ணுவேன். അതെനിക്കറിയാം. ഇതൊക്കെ എനിക്ക് അതല്ലേ പറഞ്ഞു. എനിക്ക് 100% വിശ്വാസമാണ്. എടുത്തോ. എല്ലാം നല്ലപടിയാ നടക്കട്ടോ. ഒന്നും നടക്കൂല. എല്ലാം കൊണ്ട് പുഴുത്തു എല്ലാതായിട്ടൊന്നും നടക്കൂല. നിനക്കൊന്നും എന്ത് എനിക്ക് പിന്നെ നിന്റെ പെർമിഷൻ വേണോ നീ കോൾ എടുക്കാൻ? നീ ആരി നിന്റെ ക്വസ്റ്റ്യൻ ചോദിപ്പ് വടാ പേര്. നാളെ പോയി കണ്ണിട്ടിട്ട് ലാസ്റ്റ് ഫോൺ പൊട്ടിത്തെറിച്ച് ഇതായെന്നൊക്കെ വരുന്നത്. ഞാനങ്ങ് സഹിച്ചോളാം. സഹിക്കാൻ പറ്റൂല. സരക്കനെല്ലാം ഇങ്ങനെ മുന്നോട്ടുണ്ടോ? വണ്ടിയുടെ ഡിമാൻഡ് കുറയ്ക്കാനായിട്ട് ഒരു തെണ്ടികള് വണ്ടിയുടെ ഫോട്ടോ എടുത്തു. എന്തൊരു
ഫ്ലഫി താല്പര്യമുണ്ടോ? തീർക്കട്ടെ ഇതിന് പടാ ആരാ ഫ്ലഫീനെ ആ തീർത്തോ തീർത്തോ പോയി തീർത്തിട്ടോ തീർക്കണ്ട അങ്ങനെയല്ല മറുപടി നീ ആരും ഇല്ല തിരക്കാൻ നീ ആരും നീ ആരും നിന്റെ അച്ഛനാ എല്ലാത്തിനും കാത്തിരുന്ന് അനിയത്തി അമ്മ അനിയത്തിയുടെ സ്ഥാനത്ത് നിന്നാ മതി ഭവാനി വലിയ ചോദ്യങ്ങളാണ് അനിയത്തിനൊക്കെ തീർക്കട്ടെ തിരക്കണ്ട ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്നല്ലോ ആ ദേഷ്യം തോന്നും ചില സമയത്ത് ദേഷ്യം തോന്നും എന്ത് ദേഷ്യം തോന്നിക്കൂടെ മനുഷ്യൻ എന്ന് പറഞ്ഞ ദേഷ്യം എന്ന് പറഞ്ഞ വികാരം വന്നുകൂടെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം ഞാൻ ചിരിക്കാൻ എന്തൊരു ബൊമ്മേ പറ്റൂല അതാണ് ക്യാം മാറ്റി തരണം അല്ലേ ക്യാം മാറ്റി തന്നില്ലെന്നും പറഞ്ഞ നീ അവിടെ അടി ഉണ്ടാക്കാതെ ക്യാം മാറ്റി തരാം ക്യാം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ നീ ക്യാമേന്ന് പറഞ്ഞത് വിളിക്കില്ല ഓ പറഞ്ഞു കേട്ടെ ഹായ് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ബർത്ത്ഡേ അല്ലേ അതാണ് സുമതി ലുക്കില്ലേ വിളിച്ചില്ല വിളിച്ചില്ല എന്തൊരാണോ ഇവിടെ അണ്ണനെ വിളിച്ചില്ലേ ഒന്നും വിളിച്ചില്ല നീ എന്ത് ഇവിടെ കറങ്ങി നടന്ന് ഫ്ലഫി വിളിച്ചാലേ വരാവൂ അണ്ണൻ ഇവിടെ ഞാൻ ഇവിടെ കറങ്ങിയെന്ത് പ്രശ്നം എന്ത്? കറങ്ങാൻ പറ്റൂലേ? അല്ല കറങ്ങാൻ പറ്റൂലെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ പടാ കേട്ടോ അണ്ണ പറ കേട്ടാ അതെ ബാഡാ ക്ലാസ് വെച്ച് നടക്കണം ഈ പെണ്ണിന്റെ ആ പറ തന്നെ